ചേർത്തല കൊയ്ത്തുരുത്തുവേളി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഡിസംബർ 16-ന് തുടങ്ങും. SNDP ശാഖായോഗം 716 നമ്പർ കൊക്കോതമംഗലം തെക്ക് ശാഖയുടെ ഇതിലുള്ള കൊയ്ത്തുരുത്തുവേളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തിരുവുത്സവം 2024 ഡിസംബർ 16, 17, 18 തീയതികളിൽ പൂർണ്ണ പൂജാതി കർമ്മങ്ങളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീ ജയ തുളസീധരൻ തന്ത്രി അവരുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ പ്രദീപൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ്. തിരുവുത്സവ നാളുകളിൽ വിവിധ കലാപരിപാടികളും സജ്ജീകരിച്ചു. SNDP യോഗം കൊക്കോതമംഗലം തെക്ക് ശാഖായോഗത്തിന്റെ കൊയ്ത്തുരുത്തുവേളി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം 16-ന് തുടങ്ങും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് NK ശ്രീകുമാർ, സെക്രട്ടറി D ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് KL സത്യപ്രസാദ്, N പ്രകാശൻ, സുനിത സേതുനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവീ പ്രാധാന്യമുള്ള അന്നേ ദിവസം രാവിലെ പദ്ധതി പ്രകാശനം നിർവഹിക്കുന്നത് അഭിലാഷ് വീട്ടിലെ ശ്രീമതി രമാദേവി അവർകളാണ്. വൈകുന്നേരം സവിശേഷമായിട്ടുള്ള കലങ്കരി വഴിപാടുണ്ട്. കലങ്കരി വഴിപാടിൻ്റെ പണ്ടാര അടുപ്പിൽ ഭദ്രദീപം നൽകി തിരികൊളുത്തുന്നത് SNDP യോഗം ചേർത്തല യൂണിയൻ്റെ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി ശോഭിനി രവീന്ദ്രൻ അവർകളാണ്. അന്നേ ദിവസം നമുക്ക് തിരുവാതിര, ഫ്യൂഷൻ തിരുവാതിരയും ഓട്ടം തുള്ളൽ തുടങ്ങിയ കലാപരിപാടികളും കൂടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ടാം ദിവസം രാവിലെ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുന്നത് ഗിരിജാനിലയം ശ്രീ MS ചന്ദ്രശേഖരൻ നായർ അവர்களാണ്. മൂന്നാം ദിവസം നമുക്ക് ക്ഷേത്ര തിരുവുത്സവ ദിവസമായിട്ടുള്ള പൂയം ദിവസം നാളിൽ രാവിലെ 8:30-ന് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുന്നത് ഇലഞ്ഞിയിൽ ശ്രീ അരുൾ K പണിക്കർ അവர்களാണ്. തുടർന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം നടന്നു വരുന്ന ഒരു സവിശേഷമായിട്ടുള്ള വഴിപാടാണ് 1000 പറ വഴിപാടെന്ന് പറയുന്നത്. 1000 പറ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു വിശേഷ വഴിപാടാണത്. അതിൻ്റെ ആദ്യ പറ സമർപ്പണം നടത്തുന്നത് പുത്തൻ വീട്ടിലെ ശ്രീ ഗോപിനാഥൻ അവർകളാണ്. വിവിധ കലാപരിപാടികളെല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി വിധിയുടെ പ്രകാരം എല്ലാ പരിപാടികളും തന്നെ 10 മണിക്ക് തന്നെ നമ്മൾ തീർക്കുന്ന തരത്തിലാണ് എല്ലാ പരിപാടികളും ക്രമീകരിച്ചിരിക്കുന്നത്.